ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ മാർക്കോ തിയേറ്ററുകളിൽ വൻ വിജയം നേടുകയാണ്. ഹനീഫ് അദീനി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ഇന്ത്യൻ സിനിമ ഇന്നുവരെ കാണാത്ത തരത്തിലുള്ള വയലൻസ് സീനുകളാണുള്ളത്. തിയേറ്ററിൽ ഒഴിവാക്കിയ പല സീനുകളും OTT-യിൽ കാണാൻ സാധിക്കുമെന്നാണ് നിർമ്മാതാവായ ഷെരീഫ് മുഹമ്മദ് പറഞ്ഞത്. എല്ലാവരും ഒരുപോലെ ചോദിക്കുന്ന കഥാപാത്രമാണ് റിയാസ് ഖാന്റേത്. കാരണം തിയേറ്ററിൽ സിനിമ എത്തിയപ്പോൾ അദ്ദേഹത്തെ സ്ക്രീനിലൊന്നും കണ്ടില്ല. റിയാസ് ഖാന്റെ സീനുകളിൽ കൊടൂരമായ വയലൻസ് ഉണ്ടാകുമോ എന്ന സംശയത്തിലാണ് പ്രേക്ഷകർ. എന്നാൽ അതിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് ഷെരീഫ് മുഹമ്മദ്. വയലൻസ് രംഗങ്ങൾ കട്ട് ചെയ്യുമെന്നാണ് കരുതിയത്. എന്നാൽ സംഗതി അങ്ങനെയല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നിർമ്മാതാവായ ഷെരീഫ് മുഹമ്മദ്. ഞാൻ പറഞ്ഞത് ബാക്ക് ഫയർ ചെയ്യാൻ പാടില്ലല്ലോ. റിയാസ് ഖാന്റെ ഒഴിവാക്കിയ രംഗങ്ങൾ ബ്രൂട്ടൽ സീനുകളല്ല. സിനിമയുടെ ദൈർഘ്യത്തിനനുസരിച്ചും താളത്തിനനുസരിച്ചും എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വന്നപ്പോൾ ആ രംഗങ്ങൾ തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. അത് സംവിധായകന്റെ തീരുമാനമായിരുന്നു. തിയേറ്ററിൽ റിലീസ് ചെയ്ത് സിനിമ OTT-യിലേക്ക് വരുമ്പോൾ നമ്മളെ കൊണ്ട് പുതിയ സീനുകൾ ആഡ് ചെയ്ത് നൽകാനാകും. എന്നാൽ അത് അവർ കൂടി സ്വീകരിച്ചാലേ വരൂ. അതെല്ലാം OTT-യുടെ തീരുമാനമാണ്. മാർക്കോയിൽ വയലൻസിന്റെ പീക്ക് അടിക്കുന്ന ഭാഗങ്ങൾ ഇന്റൻസിറ്റി കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 13 സെക്കൻഡുള്ള ദൃശ്യമാണെങ്കിൽ അത് 5 സെക്കൻഡാക്കി മാറ്റി. സീനിൽ മാറ്റമില്ല, പക്ഷേ ഇന്റൻസിറ്റി കുറച്ചു. OTT-യിൽ മുഴുവൻ സീനുകളും ഉൾപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും ഷെരീഫ് മുഹമ്മദ് വ്യക്തമാക്കി. സിനിമയുടെ വയലൻസ് കൊണ്ട് A സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പോലും നിരവധി പേരാണ് സിനിമ കാണാൻ തിയേറ്ററുകളിലെത്തുന്നത്. കുട്ടികളെ മാർക്കോ കാണിക്കരുതെന്ന് വരെയുള്ള പല വിമർശനങ്ങളും ഉണ്ടായിരുന്നു. ഇത്രയും വയലൻസ് ഉള്ള ഒരു സിനിമയ്ക്ക് ഇങ്ങനെയൊരു ജനസ്വീകാര്യത ഇതാദ്യമാകും. മാത്രമല്ല, ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ബെസ്റ്റ് കഥാപാത്രമായിരിക്കും മാർക്കോയിലേതെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത്. ഒരു സിനിമയെ സംബന്ധിച്ച് നിരവധി പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്. വിവാദങ്ങളും വിമർശനങ്ങളും അങ്ങനെ പലതും. എന്നാൽ മാർക്കോയെ സംബന്ധിച്ച് കിട്ടിയ വിമർശനങ്ങൾക്ക് ഒക്കെ തന്നെ സിനിമയിലൂടെ മറുപടി കൊടുത്തിരിക്കുകയാണ്. സംവിധായകനായ ഹനീഫ് അദീനിയുടെയും ബെസ്റ്റ് മൂവിയായിരിക്കും മാർക്കോ. കാരണം അത്ര നല്ല പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും ഈ സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സിനിമകളായ കിൽ, ആനിമൽ എന്നീ ചിത്രങ്ങൾക്ക് മുകളിൽ തീവ്രമായ വയലൻസ് ചിത്രത്തിലുടനീളം ഉണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. KGF സംഗീത സംവിധായകനായ രവി ബസൂർ കൂടെ ഈ ടീമിലെത്തിയപ്പോൾ പടത്തിന്റെ ലെവലും മാറി. ഓരോ സീനും ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള മ്യൂസിക് കൊടുത്ത് ആ സീനിനെ മികച്ചതാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത KGF എന്ന ചിത്രവുമായി ചിലർ കമ്പയർ ചെയ്തെങ്കിൽ പോലും മലയാള സിനിമ ഇന്നേ വരെ കാണാത്ത മേക്കിംഗ് ആണെന്നാണ് ഭൂരിപക്ഷം ആളുകളും ചിത്രത്തെപ്പറ്റി പറയുന്നത്. എന്തായാലും പ്രേക്ഷകർക്ക് റിയാസ് ഖാനെ കാണണമെങ്കിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം OTT-യിൽ തന്നെ കാണണം. അപ്പോഴായിരിക്കും അദ്ദേഹത്തിന്റെ കഥാപാത്രം എന്താണെന്നും എങ്ങനെയാണെന്നും പ്രേക്ഷകർക്ക് കൂടുതൽ വ്യക്തമാകുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.